മഴതോറും മുൻപേ സീരിയലിന്റെ ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അലീനയുമായിട്ടുള്ള ആ ഒരു പഴയ പോരൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ശിവശങ്കരനും രാജീവനും. അലീന വൈജയന്തിയുടെ സ്വന്തം ചോരയാണെന്നറിഞ്ഞതിൽ പിന്നെ ശിവേട്ടന് അവളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഇത്ര കാലം അവളോട് ചെയ്ത ക്രൂരതയ്ക്ക് ഓർത്തുകൊണ്ടതിന് അവർക്ക് കുറ്റബോധമായിരിക്കും. അങ്ങനെ അലീന രക്ഷപ്പെട്ടതിന് ശേഷം ഒരു ദിവസം വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് അലീന ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവിടെ ബാലചന്ദ്രനും ശിവശങ്കരനും ഉണ്ടായിരുന്നു. അലീനെ കണ്ടതോടുകൂടി തന്നെ ശിവേട്ടൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, ആ മോളെ, നീ ഒറ്റക്കാണാ വന്നത്? നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വണ്ടി അയച്ചേനെ. അലീന വിനയത്തോടെ മറുപടി പറഞ്ഞു, അതൊന്നും സാരമില്ല സാറേ, ഞാനൊന്ന് മാഡത്തെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അത് കേട്ടതോടുകൂടി തന്നെ ശിവേട്ടൻ തിരുത്തി, നീ എന്തിനാ മോളെ സാറേ എന്നൊക്കെ വിളിക്കുന്നത്? പിന്നെ വൈജയന്തി മാഡം എന്ന് വിളിക്കുന്നതൊക്കെ എന്തിനാന്ന് ചോദിക്കും. അവള് നിന്റെ പെറ്റമ്മയല്ലേ? ബബിതക്കും രോഹിത്തിനും കൃഷ്ണമോൾക്കുമൊക്കെയുള്ള അതേ അവകാശം തന്നെ നിനക്കുമുണ്ട്. വൈജയന്തി പ്രസവിച്ച് 3 മക്കളെയല്ല 4 മക്കളെയാണ്. ശിവേട്ടൻ ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞുപോയി. ശരിക്കും സത്യമെല്ലാം ശിവേട്ടൻ അറിഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുമായിരിക്കട്ടോ അലീന. അവൾ പതുക്കെ ചോദിച്ചു, എനിക്ക് മേഡത്തെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. ഉടനെ തന്നെ ശിവേട്ടൻ പറഞ്ഞു, കാണാലോ. പിന്നൊരു കാര്യം, ഇനി സാറേ എന്നൊന്നും മോൾ വിളിക്കണ്ട, അങ്കിൾ എന്ന് വിളിച്ചാൽ മതി. ഞാൻ നിന്റെ അമ്മയുടെ സ്വന്തം ജ്യേഷ്ഠനല്ലേ. ഇത് കേട്ട് ദൂരെ മാറി നിന്ന ബാലചന്ദ്രൻ ഒന്ന് പുച്ഛത്തോടെ നോക്കി അങ്ങോട്ടേക്ക് വന്നു. ഹോ, അത്രക്കൊക്കെ വേണോ ശിവേട്ടാ? ഇതുവരെ ഇവളെ പിഴച്ചവളെന്നൊക്കെയല്ലേ നിങ്ങൾ വിളിച്ചിരുന്നത്? ഇപ്പോൾ സ്വന്തം പെങ്ങളുടെ മകളാണെന്നറിഞ്ഞപ്പോൾ വലിയ സ്നേഹപ്രകടനമാണല്ലോ. ശിവേട്ടൻ മറുപടിയൊന്നും പറയാതെ തല താഴ്ത്തി അവിടെ നിന്നും പോയി. അലീന അച്ഛനോട് അനുവാദം ചോദിച്ചുകൊണ്ടതിനെ വൈജയന്തിയുടെ മുറിയിലേക്ക് കയറി. വൈജയന്തി ആണെങ്കിൽ അലീനയെ കണ്ടതോടുകൂടി തന്നെ മുഖം വല്ലാതെ കറുപ്പിച്ചു. ഭയങ്കര ദേഷ്യത്തിൽ ഒന്നങ്ങ് തുറപ്പിച്ചു നോക്കി. അലീന അതൊന്നും തന്നെ കാര്യമാക്കാതെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാഡത്തിൻ്റെത് പെട്ടെന്ന് തന്നെ സുഖമാകും. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അലീന അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം ഇരിച്ചു കയറി. അവർ അവളുടെ കൈയങ്ങ് തട്ടിമാറ്റി. ആക്സിഡന്റ് കാരണം സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ഒരു ദേഷ്യം മുഴുവൻ അവരുടെ കണ്ണുകളിൽ തന്നെ കാണാമായിരുന്നു. അലീന ചോദിക്കുന്നത്, മാഡം എന്തിനാ എന്നോടിങ്ങനെ വെറുപ്പ്? ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഒരു കാലത്ത് മാഡം എന്നെ തിരിച്ചറിയും. അന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയതിൽ മാഡം ഒരുപാട് സങ്കടപ്പെടുമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടായിരിക്കട്ടോ അലീന അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അലീനയുടെ കരച്ചിൽ കണ്ടുകൊണ്ടതിനെ ബാലചന്ദ്രൻ പരിഭ്രമിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ? അവള് വല്ലതും പറഞ്ഞോ? അവള് സംസാരിച്ചോ? അലീന വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഇല്ല അച്ഛാ, അമ്മയൊന്നും പറഞ്ഞില്ല. അമ്മക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അമ്മക്ക് ഞാൻ വന്നത് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. എന്നെ കാണുമ്പോൾ തന്നെ അമ്മക്ക് വെറുപ്പാണ്. അതെല്ലാം തന്നെ ആ മുഖത്ത് പ്രകടമായിരുന്നു. ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. നീ അതൊന്നും സാരമാക്കേണ്ട മോളെ, അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. അപ്പോഴാണ് ശിവേട്ടം അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നത്, മോളെ നീ വല്ലതും കഴിച്ചോ? അലീനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്നേഹമായിരിക്കും ശിവേട്ടനെ. അലീന ഭക്ഷണം കഴിച്ചിരുന്നില്ല. അലീന വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും ശിവേട്ടനും ബാലചന്ദ്രനും കൂടി ചേർന്ന് അവളെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി കമലയും രാജയും അങ്ങോട്ടേക്ക് എത്തി. അലീനെ ശിവശങ്കറിന്റെ കൂടെ കണ്ടതോടുകൂടി തന്നെ കമലമ്മക്ക് ദേഷ്യമങ്ങ് ഇരിച്ചു കയറി. നിങ്ങൾ എങ്ങോട്ടേക്കാ ശിവേട്ട ഈ പിഴച്ച സന്തതിയും കൂട്ടി നടക്കുന്നത്? കമലയുടെ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ ശിവൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. ദേ കമലെ, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ വെച്ച് വല്ല വേണ്ടാതീനും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചെവിക്കല്ല് ഞാനങ്ങ് അടിച്ചു പൊട്ടിക്കുമെന്ന് പറയും. കമല വിട്ടില്ല. ഓ, അത്രക്കായോ നിങ്ങളുടെ ബന്ധം? കമല ചോദിക്കുന്നത്, എടി നിനക്ക് ബാലചന്ദ്രനെ പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പുറകെ നീ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയും. അലീന പതുക്കെ പറഞ്ഞു, അയ്യോ മാഡം, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. കമല അവളെ ആദ്യം ശകാരിച്ചു. നിർത്തടി നിന്റെ ഈ വശീകരിക്കലൊക്കെ. ആദ്യം നീ ഈ വീട്ടിലേക്ക് കയറി വന്നതോടുകൂടി തന്നെ ബാലചന്ദ്രനെ അങ്ങ് കയ്യിലെടുത്തു. അതിനുശേഷം മനുവിനെ, ഇപ്പതാ എൻ്റെ ഭർത്താവിനെയും. ഇത് കേട്ട് സഹിക്കിട്ട് ബാലചന്ദ്രൻ ഇടപെട്ടു. നിന്റെ ഈ പിഴച്ച നാവ് കൊണ്ട് ഇനി ഒരു അക്ഷരം പോലും പറഞ്ഞാലുണ്ടല്ലോ, നീ ഈ രാജീവന്റെ കെട്ടിയോളാണെന്നും ഞാൻ നോക്കില്ല. കമലെ, നിന്റെ കർണ ഞാനങ്ങ് അടിച്ചു പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നത്. അതോടുകൂടി തന്നെ കമല പേടിച്ചുകൊണ്ട് തന്നെ വായടച്ചു. ബാലചന്ദ്രൻ അങ്ങനെ അലീനയും കൂട്ടി അവിടെ നിന്നങ്ങ് പോയതോടുകൂടി തന്നെ കമല നേരെ ശിവേട്ടൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. നിങ്ങൾക്കിത് എന്ത് പറ്റി ശിവേട്ട? അവളുടെ തൊലി വെളുപ്പ് കണ്ടിട്ടാണോ അവളുടെ പുറകെ ഇങ്ങനെ പോകുന്നത്? ഇത്ര കാലം അവളെ അവിടെ നിന്നും അടിച്ചു പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പതേ അവളെ അങ്ങ് തലയിലേറ്റി നടക്കുവാണല്ലോ. അന്നേരം ശിവേട്ടൻ സത്യങ്ങളെല്ലാം തന്നെ കമലയുടെ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട്. എടി കമലെ, നീ ഒന്നും മിണ്ടാതിരിക്ക്. അത് ബാലചന്ദ്രന്റെ മകളൊന്നുമല്ല, അവൾ വൈജയന്തിയുടെ സ്വന്തം മകളാണ്. 10-22 വർഷം മുൻപേ തന്നെ വൈജയന്തി പ്രസവിച്ച വൈജയന്തിയുടെ സ്വന്തം രക്തത്തിൽ പിറന്ന മകൾ. എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ കമല അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോയി. എന്താ ശിവേട്ട ഈ പറഞ്ഞത്? വൈജയന്തിക്ക് 3 മക്കളല്ലേ? രാജീവ് അപ്പോൾ പറഞ്ഞു. അതെ ഏട്ടത്തി, അത് സത്യം തന്നെയാണ്.
ശിവേട്ടൻ പറയുന്നത് സത്യമാണ്. ശിവേട്ടൻ കൂടുതൽ കാര്യങ്ങളങ്ങ് വ്യക്തമാക്കി. 23 വർഷം മുൻപ് വൈജയന്തിക്കൊരു പ്രണയമുണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞ് ജനിച്ചിരുന്നു. അച്ഛൻ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നത് ആ ഒരു കുഞ്ഞ് മരിച്ചുപോയി എന്നാണ്. പക്ഷേ അച്ഛൻ തന്നെയാണ് അവളെ അനാഥാലയത്തിലാക്കിയത്. ഇപ്പോഴാണ് സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇത് കേട്ടതോടുകൂടെ തന്നെ കമല അന്തം വിട്ടു. പിന്നെ അവൾക്കറിയേണ്ടത് അലീനയുടെ അച്ഛനെ കുറിച്ചായിരുന്നു. ഈ അലീനയുടെ അച്ഛൻ വലിയ പണക്കാരനാണോ ശിവേട്ട? അവൾ ചോദിച്ചു. അത്യാവശ്യം ബിസിനസ്സും പണമൊക്കെ ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞത്. ശിവേട്ടൻ മറുപടി നൽകി. പണത്തിന്റെ കാര്യം കേട്ടപ്പോൾ കമലയുടെ ഭാവം അങ്ങ് മാറി. ബാലചന്ദ്രൻ അലീനയ്ക്ക് ചായയും വാങ്ങി തിരിച്ചു വന്നപ്പോൾ കമല അങ്ങോട്ടേക്ക് ചെന്ന് ഒലിപ്പിച്ചു. ആ മോളെ, നീ ചായ കുടിച്ചോ? മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ ആന്റിയോട് പറഞ്ഞാൽ മതി കേട്ടോ. കമലയുടെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റം കണ്ട് ബാലചന്ദ്രനും അലീനയും പരസ്പരം നോക്കി അത്ഭുതപ്പെട്ടു. അതിനുശേഷം കമല നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് ചെന്നു. വൈജയന്തി അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവരെ നോക്കി കമല പുച്ഛത്തോടെ പറഞ്ഞു, നീ കൊള്ളാലോടി. പഠിക്കുന്ന കാലത്ത് നിനക്ക് ഇങ്ങനെയൊരു ചരിത്രമുണ്ടായിരുന്നു അല്ലേ? എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ നടക്കുന്നത് കണ്ടില്ലേ? നീ ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ കുട്ടി നിന്റെ സ്വന്തം ചോരയാണടി. കമല ഇത് വൈജയെ കേൾക്കാതെ സ്വയം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തിറങ്ങി. അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. മനു വൈജയന്തിയെ കണ്ടിറങ്ങിയപ്പോൾ കമല അലീനയോട് പറഞ്ഞു, മോളെ, നീ ഒറ്റക്കൊന്നും പോവണ്ട. മനു മോളെ വീട്ടിൽ കൊണ്ടുവിടും. ഇത് കേട്ടു മനു ഞെട്ടിപ്പോയി. അമ്മയുടെ ഈ ഒരു മാറ്റം ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലട്ടോ മനുവിന്. അങ്കിളെ, അമ്മ തന്നെയാണോ, എൻ്റെ അമ്മ തന്നെയാണോ ഈ പറയുന്നത്? എന്നെ ഒന്ന് നുള്ളി നോക്കിക്കേന്ന് മനു ബാലചന്ദ്രനോട് ചോദിച്ചു. കമല ഉടനെ പറഞ്ഞു, മോനെ, ഞാൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അലീന മോളെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. മനു അലീനയും കൂട്ടി കാറിൽ പോകുമ്പോൾ കമലയുടെ മനസ്സിൽ കണക്ക് കൂട്ടലുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ പണക്കാരനാണെങ്കിൽ മനു അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന കണക്കൂട്ടൽ. അങ്ങനെ ആ സ്വത്ത് മുഴുവൻ തൻ്റെ മകനും അനുഭവിക്കാലോ എന്ന ചിന്തയായിരിക്കട്ടോ കമലയുടെ മനസ്സിൽ. ഡ്രൈവിങ്ങിനിടയിൽ തന്നെ മനു അമ്മയുടെ മാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അലീന പറഞ്ഞു, മനുവേട്ട, അമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഞാൻ വൈജയന്തി മാഡത്തിൻ്റെ മകളാണെന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞു. മനുവിന് അത് വലിയ കാര്യമായി തോന്നിയെങ്കിലും അമ്മയുടെ സ്വഭാവം വെച്ച് അവൾക്കത് വൈജയന്തിയുടെ ചെവിയിൽ എത്തിക്കുമോ എന്ന് അവൻ ഭയപ്പെട്ടു. അലീനയെ വീട്ടിലാക്കിയതിനു ശേഷം മനു നേരെ കമലയുടെ നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയി. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. നീ ഹോസ്പിറ്റലിൽ പോയിട്ട് വൈജയന്തിയുടെ വിവരം വല്ലതും അറിഞ്ഞോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ കമല പറയുന്നുണ്ട്, അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ വലിയ ചില രഹസ്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അമ്മേ. 23 വർഷം മുൻപത്തെ വൈജയന്തിയുടെ ആ ഒരു പഴയ കഥ കമല പറഞ്ഞപ്പോൾ മുത്തശ്ശി ആകങ്ങ് തളർന്നു പോയി. അതൊക്കെ അവൾക്കൊരു അബദ്ധം പറ്റിയതാ മോളെ. നീ ഇനി അത് ആരോടും പറയരുത് എന്ന് മുത്തശ്ശി അപേക്ഷിച്ചു. കമല അന്നേരം തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാലചന്ദ്രൻ ഇതൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു അമ്മേ. പിന്നെ മുത്തശ്ശി അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ആ അലീനയുണ്ടല്ലോ, അവൾ ബാലചന്ദ്രന്റെ മകളൊന്നുമല്ല. അവൾ വൈജയന്തിയുടെ മകളാണ്. നിങ്ങളുടെ ഭർത്താവ് ഓർഫനേജിലാക്കിയ ആ കുഞ്ഞു തന്നെയാണ് അലീന. ഇത് കേട്ടതോടുകൂടി തന്നെ മുത്തശ്ശി അങ്ങ് പൊട്ടിക്കരഞ്ഞു. മുത്തശ്ശിക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. തൻ്റെ സ്വന്തം പേരക്കുട്ടിയാണ് താൻ ഇത്രയും കാലം അന്യായി കണ്ടത് എന്നോർത്തുകൊണ്ട് തന്നെ അവരാകെ സങ്കടപ്പെട്ടു. പിന്നീട് മുത്തശ്ശി രഹസ്യമായി തന്നെ അലീനയെ ഫോണിൽ വിളിച്ചു. മോളെ, നീ എൻ്റെ വൈജയന്തിയുടെ മകളാണോ എന്ന് ചോദിച്ചപ്പോൾ അലീന ആദ്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ കമല എല്ലാം പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൾ കരഞ്ഞുപോയി. മോളെ, നിന്റെ മുത്തശ്ശൻ നിവൃത്തികേടോടാണ് അന്ന് അങ്ങനെ നിന്നെ അവിടെ കൊണ്ടുപോയിട്ടത് എന്ന് മുത്തശ്ശി പറഞ്ഞു. അലീന സങ്കടത്തോടെ പറയുന്നത്, അതൊന്നും സാരമില്ല മുത്തശ്ശി, അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. എനിക്ക് എൻ്റെ അമ്മയെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. അമ്മയുടെ ജീവിതം തകരാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവരും സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അലീനയോട് ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ മുത്തശ്ശി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും കമലയും ഒക്കെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബബിതയും രോഹിത്തും കൂടി മാത്രമേ ഈ ഒരു സത്യം അറിയാൻ ബാക്കിയുള്ളൂ. മുത്തശ്ശിയുമായിട്ടുള്ള ആ ഒരു സംസാരത്തിന് ശേഷം അലീനയുടെ ഉള്ളിലുണ്ടായിരുന്ന വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ തോന്നി. പക്ഷേ കൊല്ലപ്പള്ളി തറവാട്ടിലേക്ക് ചെല്ലാൻ മുത്തശ്ശി നിർബന്ധിക്കുമ്പോഴും അലീനയുടെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ വെറുപ്പോടെ നോക്കി കൈയൊക്കെ തട്ടിമാറ്റിയ തൻ്റെ സ്വന്തം അമ്മയുടെ മുഖം. എന്നാൽ കമലയുടെ ബുദ്ധി മറ്റൊരു വഴിയിലായിരുന്നു. അലീനയുടെ അച്ഛൻ സ്റ്റാൻലി വിദേശത്ത് വലിയ ബിസിനസ് സാമ്രാജ്യമുണ്ടെന്നറിഞ്ഞ നിമിഷം മുതൽ മനുവിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാനുള്ള ചാണക്യതന്ത്രങ്ങൾ കമല മെനഞ്ഞു തുടങ്ങി. മനുവാവട്ടെ അലീനയോടുള്ള തൻ്റെ പഴയ ഇഷ്ടം ഇപ്പോൾ വലിയൊരു ബഹുമാനമായി മാറിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. കുറച്ച് ദിവസത്തിനു ശേഷം വൈജയന്തിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് കൊണ്ടുവന്നു. സംസാരശേഷി പൂർണ്ണമായും തിരിച്ചു കിട്ടിയെങ്കിലും അവൾ ചുറ്റുമുള്ളവരെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ തനിക്ക് കിട്ടുന്ന അമിത പരിഗണനയും കമലമ്മയുടെ പെട്ടെന്നുള്ള സ്നേഹവും വൈജയന്തിയെ വല്ലാതെ കുഴപ്പിച്ചു. ഒരു വൈകുന്നേരം മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം അലീന കൊല്ലപ്പള്ളി വീട്ടിലേക്കെത്തി. അലീനയെ കണ്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ കണ്ണിൽ പഴയ കലിപ്പ് വീണ്ടും മിന്നിമറഞ്ഞു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കമല അലീനയെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് സ്വീകരിച്ചു. ഇന്നു മുതൽ അലീന ഈ വീട്ടിലെ അതിഥിയല്ല, ഈ വീട്ടിലെ മകളാണ് എന്ന് കമല പ്രഖ്യാപിച്ചപ്പോൾ വൈജയന്തിന്റെ ഉള്ളിൽ ഒരു അപായമണി മുഴങ്ങി.
രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കമല പതുക്കെ വൈജയന്തിയുടെ മുറിയിലേക്കെത്തി. വൈജയന്തിയുടെ മുഖത്തു നിന്ന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ കമല തന്റെ വിഷം കലർന്ന വാക്കുകൾ പുറത്തെടുത്തു. നീ ഇത്രയും കാലം അഹങ്കാരത്തോടെ നടന്നത് നിന്റെ ഈ രഹസ്യം ആരും അറിഞ്ഞില്ല എന്ന വിശ്വാസത്തോടെയല്ലേടി? പക്ഷേ നിന്റെ പാപത്തിന്റെ ഫലമായ അലീന ഇപ്പോൾ എൻ്റെ മകന്റെ വധുവായി ഈ വീട്ടിലേക്ക് വരാൻ പോവാണ്. അവളുടെ അച്ഛന്റെ സ്വത്ത് മുഴുവൻ എൻ്റെ മനുവിനുള്ളതാണ്. ഇനി നീ എങ്ങാനും അത് തടയാൻ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ ഈ പ്രണയകഥ ഞാൻ നാട്ടുകാരോടെല്ലാവരോടും മുഴുവൻ അങ്ങ് വിളിച്ചറിയിക്കും. സംസാരിക്കാൻ കഴിയാതെ വൈജയന്തി കിടക്കയിൽ കിടന്ന് പിടഞ്ഞു. സ്വന്തം മകളോടുള്ള വെറുപ്പും കമലയുടെ ഭീഷണിയും അവളെ ശ്വാസം മുട്ടിച്ചു. ഇതേ സമയം പുറത്തു വരാന്തയിൽ മനുവും അലീനയും സംസാരിച്ചു നിൽക്കുകയായിരുന്നു. അലീന, അമ്മയുടെ ഈ ഒരു മാറ്റം സ്വത്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ എന്നും കൂടെ ഉണ്ടാവുമെന്ന് മനു അവൾക്ക് ഉറപ്പു നൽകി. എന്നാൽ അലീനയുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. തന്നെ വെറുക്കുന്ന അമ്മയുടെ ഉള്ളിലെ സ്നേഹം എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. അന്ന് രാത്രി വൈജയന്തിയുടെ മുറിയിൽ ആരുമില്ലാത്ത നേരം നോക്കി അലീന പതുക്കെ ചെന്നു. അമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയെ തകർക്കാൻ വന്നവളല്ല. അമ്മയുടെ മകളായി ജീവിക്കാൻ മാത്രമാണ് എനിക്ക് ആഗ്രഹം. അലീനയുടെ കണ്ണുനീർ തുള്ളി വൈജയന്തിയുടെ കൈകളിൽ വീണപ്പോൾ ആദ്യമായി ആ കഠിന ഹൃദയത്തിൽ ഒരു വിള്ളലുണ്ടായി. പതുക്കെ വിറക്കുന്ന കൈകൾ ഉയർത്തി അലീനയുടെ തലയിൽ തൊടാൻ വൈജയന്തി ശ്രമിച്ചുവെങ്കിലും കമല അവിടെ എത്തിയതോടുകൂടെ തന്നെ ആ ഒരു രംഗം മുറിഞ്ഞു. ഇനിയുള്ള എപ്പിസോഡിൽ ഉടനീളം അരങ്ങേറാൻ പോകുന്നത് കമലയുടെ അധികാരമോഹവും അലീനയുടെ സഹനവും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ വരാം. ബൈ.